സാർ ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാം. സാർ എനിക്ക് ഇരിക്കേ. സാർ ഇവിടെ ഇരുന്നേ. എവിടെ പോകുന്നു? അതിലും അർജന്റ് എനിക്ക്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇനി ഞാൻ പറയാം. വളരെ അത്യാവശ്യമാണ്. കോളേജിൽ നിന്ന് ടൂർ പോകുന്ന കാര്യമാണ്. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അതിലൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളത്. ഏത് അക്ഷരം? ഞാനൊരു കാര്യം പറയാം. അല്ല, സാർ അവിടെ ഇരിക്കേ. സാർ എങ്ങോട്ടേ കടന്നു ഓടുന്നത്? എന്ത് പറ്റിയതാ? എന്ത് പറ്റി സാർ? ഇറങ്ങി പോടാ കവിത. എന്തൊക്കെ ആയിരുന്നു ചായയില് സർഫ് കലക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരാഴ്ച കക്കൂസിരുന്നു. കോളേജിലെ പിള്ളേര് കുതിര സോമൻ മാറ്റി ഇപ്പൊ കക്കൂ സോമൻ എന്ന് വിളിക്കുന്നു. അതൊക്കെ ഒരു കാലം. അല്ല, നീ എന്താ ഇവിടെ? ഇതെന്റെ അമ്മായിയുടെ വീട്. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അപ്പൊ നീയാണല്ലേ അവര് പറഞ്ഞ ആള്? അയ്യോ, അത് ഞാനല്ല. അവര് വിശ്വേട്ടന്റെ കാര്യമായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അതൊരു വലിയ കഥയാണ് ബ്രോ. ആന്റി സൂക്ഷിച്ച്. എല്ലാവരും ഉണ്ടല്ലോ. എന്റെ മോളെ. അതൊക്കെ പഴയ കഥകളല്ലേ, നമുക്കിനി പുതിയത് പറയാം. ദ്രോഹി, എന്നെ ദ്രോഹിച്ചത് പോരെ. എന്റെ എല്ലാമായിരുന്നു പൊന്നു മോളെ അവളെ. ഞാൻ അന്നേ അമ്മായിയോട് പറഞ്ഞതാ ഇതിൽ ഒപ്പിട്ട് തരാൻ. എനിക്ക് നിന്നോട് പകരം നമുക്ക് വീട്ടാം. അതിനു മുമ്പ് ഇതിലാതെ ഒന്ന് ഒപ്പിട്ട് തന്നേക്ക്. ഒപ്പിട്ടില്ലേ? പോവാണോ? തോക്കൊക്കെ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ? എന്തായാലും സാർ, കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ. ഇനി ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ സാറിനായിരുന്നു ഉറപ്പാണ്. ശരി സാർ. അതെനിക്കറിയാം സാറേ. സാർ ധൈര്യമായിട്ടിരിക്കും. സ്ഥാനത്തൊന്ന് ചവിട്ടി നിർത്തണം. ഇനി ആ റിവേഴ്സ് ഗിയർ വീഴുമെങ്കിൽ ഭാഗ്യം. വീണു. താനെന്തിനാണ് ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? സ്റ്റേഷനിലോട്ട് പോടും. സാർ, ഞാൻ ആ ബിൽഡിംഗ് വരെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്. അത് വേണ്ട, താൻ സ്റ്റേഷനോട്ട് ചെല്ല്. താൻ ആ കേസിന്റെ പറയാൻ നടക്കണ്ട, അത് ക്ലോസ് ചെയ്താ. സാർ, ഒരു സീരിയസ് ഇഷ്യൂ അല്ലേ സാർ? എടോ, ഒരു അനുഭവം വന്നിട്ട് താനൊന്നും പഠിച്ചില്ലടോ. എപ്പോഴും ഞാൻ വന്ന് രക്ഷിക്കാന്ന വിചാരം? സ്റ്റേഷനിലോട്ട് ചെല്ലടോ. എടോ, അതൊക്കെ വലിയ കേസുകളാണ്. അതിന്റെ പുറകെ നടന്നാൽ തന്റെ തലയിൽ തൊപ്പി കാണില്ല. ഒരു കൂളിംഗ് ഗ്ലാസും എടുത്ത് വെച്ച് താൻ ആരാടോ? ഹൃത്രക്ഷനോ? ഒരു സ്റ്റേഷനിൽ 2 കൂളിംഗ് ഗ്ലാസ് വേണ്ട. മനസ്സിലായോ? ഇതെനിക്കേ ചേരൂ. ശരി സാർ. വണ്ടി വിട്ടോ, സ്റ്റേഷനിലോട്ട് പോടും. നേരെ ചെവ്വേ മിക്കറിടാൻ അറിയത്തവനാ കേസ് അന്വേഷിക്കാൻ നടക്കും. ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, എന്നിട്ട് കിടക്കുക ഒന്നും അറിയാത്ത പോലെ. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്. അത് നീ കേട്ടില്ല. ഇപ്പൊ എന്തായി?
നമസ്കാരം നമസ്കാരം. മോൾക്ക് എങ്ങനെയുണ്ട് സാർ ഇപ്പോ? ഷീസ് ഫൈൻ. സാർ ഇരിക്കണം. ശരി മോളെ. സാർ ക്ഷമിക്കണം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടെന്ന്. മിണ്ടാതിരുന്നേ മോളെ. അത് നീ കേട്ടില്ല. ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കേ. നമസ്കാരം. നമസ്തേ. നമസ്കാരം. ഒന്ന് മാറി ഡോക്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് ടു വറി. ഒരു എയർഗണ്ണിൽ നിന്നാണ് വെടികൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടിയല്ലേ, അതാ ബോധം കേട്ടത്. വേണേൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആക്ച്വലി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ HM പറഞ്ഞതുകൊണ്ടാണ്. സാർ എന്നാ ശരി. ശരി മോളെ, നിങ്ങൾ സംസാരിച്ചിരിക്കണം. ഓക്കെ. ഞാനങ്ങോട്ട്. ഓക്കെ. സാർ കേശവൻ സാറിനെ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുക. ശരി, പറഞ്ഞിരുന്നാ മതി. ഓ ശരി ശരി. ശരി. ഓക്കെ. ശരി സാർ, അങ്ങോട്ട്. സോറി മോളെ, ഒരു കണക്കിന് ഞാനും ഇതിന് കാരണക്കാരനാണ്. ഇറ്റ്സ് ഓക്കെ ഏട്ടാ. ഞാൻ പോയിട്ട് വരട്ടെ. ചേട്ടാ, അർജുനും കുട്ടികളും ഒക്കെ അവരെല്ലാം സേഫാണ്. ശരി ശരി സാർ, ടേക്ക് കെയർ. ശരി മോളെ. എന്താടി അയാള് പറഞ്ഞ്? ഒന്നുമില്ലമ്മേ. മകസർ എഴുതാൻ പേപ്പർ എടുത്തില്ല സാർ. പേപ്പർ എടുത്തില്ല? തോന്നെയൊക്കെ ആരോടോ പോലീസിന്റെ ആ നേഴ്സിന്റെ ഒരു പേപ്പർ ഉണ്ട്. ചോദിച്ചാ തരുമോ? തരും. എന്നാ പോയി ചോദിക്കേ. ഹലോ. സാറേ, ഇല്ല ഇല്ല ഇല്ല. വെറുതെ പറയുന്നു സാറേ. സാറേ ഞാൻ വിളിക്കാമേ. നേരത്തെ എത്തിയോ? വരായിരിക്കാൻ പറ്റുമോ? ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. നീ വാ. സാറേ ഞാൻ എന്ത് ചെയ്യണം? താൻ എന്തേലും പോയി ചെയ്യണോ? എന്തു പറ്റി? ഞാൻ ഇന്നലെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. എവിടെ? എടാ വീട്ടിലേ. ആ ഇത് നമ്മളാരോ കളിപ്പിക്കാൻ ബോധപൂർവം ചെയ്ത നാടകമാണ്. ആ വീട് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ ശരിക്കും അവിടെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. മാത്രമല്ല, അവര് പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ 2 വർഷം മുമ്പ് അവിടെ താമസിച്ചിരുന്നവരാണ്. സത്യമാണോ? ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? ഇതാരോ നമ്മളെ വെച്ച് നന്നായിട്ട് കളിച്ചതാണ്. അത് വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഥയാണ് സാർ, അതൊക്കെ പറയാം. വാ. സാറ് പറഞ്ഞോണ്ടാ ഞാൻ ഈ ബസ്സിലേക്ക് വലിഞ്ഞേറാൻ നിൽക്കുന്നത്. ഇല്ലേ, വല ലിഫ്റ്റ് അടിച്ചു പോയത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ വിഹിതം അങ്ങ് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അല്ല, ഞാൻ ഇപ്പൊ എന്തിനാണ് ഓടണേ?